നമ്മളൊക്കെ സമയം കിട്ടുമ്പോഴെല്ലാം യേശുവേ എന്ന് വിളിക്കണം. ഒരിക്കലും മടുക്കരുത്. അതുകൊണ്ട് ആ തിരുവചനത്തിൽ പറയുന്ന മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതുപോലെ ബൈബിളിൽ 2 പദങ്ങളില്ല. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചാൽ നിരാശയെന്നും പ്രശ്നമെന്ന് 2 വാക്കുകൾ ബൈബിളിലില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കൂ. അതിൻ്റെ അർത്ഥം ദൈവമക്കളുടെ ജീവിതത്തിൽ നിരാശയില്ല. ദൈവമറിയാതെ എൻ്റെ തലയിൽ രോമം പോലും കൊഴിഞ്ഞു പോകൽ. ഇവിടെ ഇരിക്കുന്ന ഞാനും, ഇവിടെ പ്രബോധനം നടത്തുന്ന ഞാനും, ഇരിക്കുന്ന അച്ഛനും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ എത്രമാത്രം ഏതെല്ലാം സമയങ്ങളിൽ തകർന്നു പോകുന്നു ചിന്തിച്ചു. പക്ഷെ അവിടെ എല്ലാം തമ്പുരാൻ നമ്മളെ കരം പിടിച്ചുയർത്തി. അതാണ് അവൻ്റെ സ്നേഹം, അത്ര അതുല്യമാണ്. ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ മനസ്സിൽ മന്ത്രമായി യേശു എന്ന് വിളിക്കുകയും നമ്മുടെ പേഴ്സണൽ ഒരു ബൈബിൾ. വന്ദനായ ടി.ജെ. ജോഷുവച്ചൻ പറയുന്നത് അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിന് 54 വർഷത്തെ പഴക്കമുണ്ടെന്ന്. അത് 8 പ്രാവശ്യം ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുക. 3 പ്രാവശ്യം ക്യാൻസർ വന്നിട്ടും 7 സർജറി അല്ലാതെ കഴിഞ്ഞിട്ടും കൊച്ചമ്മ മരിച്ചിട്ടും ഇപ്പോഴും ആ ബൈബിളിൽ നെഞ്ചത്ത് വെച്ച് പറയുന്നു, യഹോവ എൻ്റെ ജീവൻ്റെ ബലം. പ്രിയമുള്ളവർ, ഇതുമായൊരു നല്ല ടച്ച് വന്നാൽ മതി. ഈ നോമ്പിൽ ഹാർട്ട് ടു ഹാർട്ട് ആൻഡ് ഹാർട്ട് ടു ഫേസ് എന്ന കൃത്യമായിട്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും അത് നമ്മുടെ മുഖത്തൂടെ വിളങ്ങും. സൗന്ദര്യം എന്ന് പറയുന്ന കറുപ്പും വെളുപ്പുമല്ല. സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഈക്വൽ ടു പേഴ്സണാലിറ്റി എന്ന ദൈവമായിട്ട് അടുത്ത് സംസാരിക്കുന്നവരെയും ദൈവത്തോടെ ചേർന്ന് നടക്കുന്നവരെയും കാണുമ്പോഴേ നമുക്കറിയാം. അവർ നമ്മുടെ കൂടെ നിന്നാലും, അത് പള്ളിയിലായാലും കുടുംബത്തിലായാലും, അവരോട് സംസാരിക്കുമ്പോൾ തന്നെ കൃത്യമായൊരു പോസിറ്റീവ് എനർജി നമുക്ക് വരും. ആ എനർജി നമ്മുടെ സഭയിൽ നന്നായി നമ്മൾ കൊണ്ട് നടക്കണം. കാരണം ഈ സഭയ്ക്ക് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന പേര്, രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭ, യേശുക്രിസ്തു രക്തം കൊണ്ട് വാങ്ങിയൊരു സഭയാണിത്. ഇതിനെ സംരക്ഷിക്കേണ്ട ഒരു ധാർമ്മികത നമുക്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഏത് പ്രസംഗം എടുത്താലും എൻ്റെ സഭയുടെ വിശ്വാസം വിട്ട് ഒരു വേദിയിലോ ഒരു പ്രബോധനവും ഞാൻ നടത്താറില്ല. ഇന്ന് ഈ പരിശുദ്ധ നോയമ്പിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വേദവാക്യം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. അത്യാവശ്യമുള്ള പോയിന്റ് മാത്രം കുറിച്ചെടുത്തിട്ട് ബാക്കി ടൈം എന്നെ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ ഐ കോണ്ടാക്റ്റും മൈൻഡ് കോണ്ടാക്റ്റും കറക്റ്റ് ആകുമ്പോൾ ഇവിടെ ഒരു വലിയൊരു ഓറ വരികയുള്ളൂ. ഇപ്പം ഞാൻ 1.5 മാസം മുമ്പ് കുവൈറ്റിലെ അവിടെ ഒരു കണ്ടിന്യൂസ് 6 ദിവസം പ്രസംഗം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ മനസ്സിലായ ഒരു കാര്യം, കേരളത്തിന് പുറത്ത് എത്ര സാഹചര്യമാണെങ്കിൽ ഒരാൾ പോലും ഈ പ്രബോധനം നടത്തുമ്പം, അത് വിദേശ രാജ്യങ്ങളല്ല, അവർ ഫുൾ ടൈം അവിടെ കാണും. ട്രസ്റ്റി ആയാലും സെക്രട്ടറി ആയാലും കമ്മിറ്റി അംഗങ്ങളായാലും മറ്റ് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ പ്രബോധനത്തിനും ആരാധനയോടുമുള്ളൊരു താല്പര്യം അത് കണ്ടുപഠിക്കാനുള്ളതാണ്. കാരണം അവരൊരു കാര്യം പറഞ്ഞു, അച്ഛാ ഇവിടെ കരയാത്തത് ആരുമില്ല. അപ്പോൾ ഈ കരച്ചിൽ അനുതാപം കൂടുതൽ വരുമ്പോഴേ കൃത്യമായിട്ടും ദൈവത്തോടുള്ള ബന്ധം നമ്മൾ നന്നായി മുറുക്കുകയുള്ളൂ, അത് കോൺക്രീറ്റായി തീരുകയുള്ളൂ. ഞാനീ പറയുന്ന വേദഭാഗം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞായറാഴ്ച ദിവസം വൈകിട്ട്, അതാ സൺഡേ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് ഭംഗിയായിട്ടൊന്ന് വായിക്കണം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഞാൻ പറയുന്നതിൻ്റെ 4 ഇരട്ടി ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ദൈവം തരും, യാതൊരു ഡൗട്ടുമില്ല. ഈ വാക്യം ഇങ്ങനെയാണ്, എബ്രായർ 6:4. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഈ വേദവാക്യം അറിയാമെന്ന് എനിക്കറിയാം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനങ്ങളും വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ ഉള്ളിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിരിക്കും. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനങ്ങളും വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയെയും കുറിച്ച് തിരിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ ഉള്ളിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിരിക്കും. ഒറ്റ വാക്യത്തിൽ ഡയറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ടോട്ടലി നമുക്ക് തരുന്ന ഒരു ഒറ്റ ആശയം ഇതേ ഉള്ളൂ, സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ. നമ്മുടെ സഭയുടെ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വേദവാക്യമാണിത്. അങ്ങനെയാണെങ്കിൽ ഈ വേദവാക്യത്തിലൂടെ 4 സംസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. അതിലെ ആദ്യത്തെ സംസ്കാരം ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. ആ വേദവാക്യം നോക്കി, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. എന്താ സഹോദരങ്ങളെ പ്രകാശനം? പ്രകാശനം എന്ന് പറയുന്ന സഭയുടെ മാമോദീസയാണ്. മാമോദീസ ഒരു സംസ്കാരമല്ല, മാമോദീസ ഒരു കൂദാശയാണ്. അത് പട്ടംകുട ശുശ്രൂഷയേക്കാൾ വലുതാണ്.
കാരണം ഒരുമിച്ച് ഒരു കുഞ്ഞിന് 3 കൂദാശകൾ ഒരുപോലെ നൽകുന്ന മാമോദീസയല്ല. വിശുദ്ധ മൂറോൻ, വിശുദ്ധ മാമോദീസ, വിശുദ്ധ കുർബാന. അത് മാത്രമല്ല, ഈ മാമോദീസയിലൂടെ ദൈവികമായ അംശങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട്. ഒന്ന്, അന്നു മുതൽ ഈ കുഞ്ഞിന് 2 ദൈവിക അനുഭവങ്ങൾ കിട്ടും. ഒന്ന്, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ നന്നായി ആശ്രയിക്കുവാനും 2, ദൈവത്തിൽ നന്നായി ആനന്ദിക്കുവാനും മാമോദീസയിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ബർത്ത്ഡേക്ക് പള്ളി കൊണ്ട് പേര് കൊടുക്കുന്നത് ജനന ദിവസമാണ്. ശരിക്കും ജനന ദിവസമല്ല, നമ്മൾ മാമോദീസ മുങ്ങിയ തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് 3 കാര്യങ്ങൾ സഭാമക്കൾ മറക്കരുത്. 1, മാമോദീസ മുങ്ങിയ തീയതി. 2, മാമോദീസ മുങ്ങിയ പേര്. 3, മാമോദീസ മുക്കിയ പുരോഹിതൻ. ഇത് 3 മറക്കരുത്, നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടിരിക്കണമെന്ന്. മാമോദീസ മുങ്ങിയ തീയതി, മാമോദീസ മുക്കിയ പുരോഹിതൻ, മാമോദീസ മുങ്ങിയ പേര്. അതിൽ ദൈവികമായ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാമോദീസ മുങ്ങിയ പേര്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിയേ, ഈ ഹൈന്ദവ സഹോദരങ്ങൾ ഒരു പേരിട്ടാൽ അതിന് ഈശ്വരനാമവുമായൊരു ബന്ധം കാണും. കണ്ണനെന്നും ലക്ഷ്മി എന്നും ശ്രീദേവി എന്നും ചന്ദ്രനെന്നും, അല്ലെങ്കിൽ ഇതെല്ലാ പേരുകൾക്ക് ഈശ്വരനാമത്തിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ മുസ്ലിം സഹോദരങ്ങൾ ഒരു പേരിട്ടാൽ ആ പേരിനും കൃത്യമായിട്ട് ഒരു ദൈവനാമത്തിൻ്റെ സംസ്കാരം കാണും. നബിയുമായി ബന്ധപ്പെട്ട പേരുകളാണ്. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഈ കൂദോശുദ്ധ ഞായറാഴ്ച മുതൽ വായിക്കുന്ന കുറേ ഞായറാഴ്ച വേദഭാഗം ശ്രദ്ധിച്ചാൽ നോക്കി, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ദാൻ ഗോത്രത്തിലെ സ്വരാദ്യ പുരുഷനായ മനോഹയോടും മച്ചിയായ അവൻ്റെ ഭാര്യയോടും പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും, അവന് ശിംശോൻ എന്ന് പേരിടണം. സക്കറിയാവിനും എലിസബത്തിനും കൃത്യമായി അരുളപ്പാട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന പേരെഴുതിയപ്പോഴാണ് സക്കറിയാവിൻ്റെ നാവ് തുറന്നത്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ജനനവും, നിങ്ങൾക്കൊരു മകൻ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. എന്താ കാര്യം എന്നറിയാമോ? പരിശുദ്ധ ദേവാലയത്തിൽ മദ്ബഹായുടെയും ത്രോണോസിൻ്റെയും നിലവിളക്കിൻ്റെ മുമ്പാകെ നിർത്തി ഇടത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലും വലത്തെ കൈകൊണ്ട് വലത്തെ കൈയിലും പിടിച്ച് പുരോഹിതൻ മൂറോൻ പുരട്ടി ഇടുന്ന പേര് ദൈവനാമത്തിൻ്റെ പേരുകളായിരിക്കണം. ഇപ്പം തന്നെ ഫുട്ബോൾ താരങ്ങൾ വേൾഡ് കപ്പ് കഴിഞ്ഞു. ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്തുവിൻ്റെ പേരുമായി ബന്ധമാണ്. മെസ്സി എന്ന വാക്കിൻ്റെ അർത്ഥം മെസ്സിഹ. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് നെയ്മർ, അദ്ദേഹം ഓരോ കളി കഴിയുമ്പോഴും തലയിൽ 100% ജീസസ് എന്ന് എഴുതി ഒട്ടിക്കും. കാരണം ക്രൈസ്തവന്റെ സാക്ഷ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടുന്ന പേരിനൊരു സംസ്കാരം ഉണ്ടായിരിക്കണം. അപ്പൻ്റെ അമ്മയുടെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്ത് സ്കൂളിലൊക്കെ ചേർത്തു. പക്ഷെ ഞാൻ വളരെ പവറായിട്ട് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെന്ന് പറയുന്നത് മാമോദീസായിലൂടെ പുരോഹിതനിട്ട് വിളിച്ച പേര് തന്നെ ആയിരിക്കണം. എനിക്ക് തന്നെ 2 മക്കൾ. എൻ്റെ ആദ്യത്തെ മകൾ കുർബാന ചൊല്ലുമ്പോഴാണ് ജനിച്ചത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനിട്ട പേര് ഏഞ്ചൽ മറിയം ടൈറ്റസ് എന്ന. സഹോദരങ്ങളെ പരീക്ഷിച്ച് നോക്കിക്കൂ, നമ്മുടെ മക്കളുടെ പേരനുസരിച്ച് തന്നെയായിരിക്കും അവരുടെ വളർച്ചയും. ഇല്ലെങ്കിൽ യോഹന്നാൻ എന്ന പേരിട്ടപ്പോൾ സക്കറിയാവിന് നാവ് തുറക്കില്ല. ഗബ്രിയേൽ മാലാഖ വന്ന് യേശു എന്ന് പേരിടാൻ പറയില്ല. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, പണ്ടൊക്കെ നമ്മുടെ മക്കൾക്കും ഒക്കെ ഇടുന്ന പേര്. അടുത്തിടയ്ക്ക് ഒരു പള്ളിയിൽ ചെന്നപ്പം ട്രസ്റ്റിയുടെ 3 മക്കൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അവിടെ ചെന്നപ്പോഴാണ് ആ കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തിയിരിക്കുക. മീക്ക, സാറ, റിബേക്ക. ഞാൻ ചോദിച്ചു, വേറെ പേരുണ്ട്? ഇല്ലച്ച, എൻ്റെ മാമോദീസായിൽ പുരോഹിതൻ ഇട്ട പേരില്ലാതെ വേറൊരു പേരിട്ട് ഞാൻ വിളിക്കില്ല. ഓരോ പ്രാവശ്യം ഈ പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് ആ പേര് കൊടുക്കുമ്പോഴും ഓർക്കണം, അത് പുരോഹിതൻ ഊതി കുരിശാകൃതിയിൽ മൂറോൻ ഒഴിച്ച് അതിൽ മാമോദീസ മുക്കി തന്ന പേരാണ്. ആ പേരിൻ്റെ പവർ വളരെ വലുതാണ്. അതാണ് പേരിൻ്റെ സംസ്കാരം. അതുപോലെ മാമോദീസ കഴിഞ്ഞാൽ ഉടനെ ഈ മദ്ബഹയുടെ താഴേക്ക് ഇറങ്ങി ശാന്തമായ ചില കാര്യങ്ങൾ കൂടി കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും തലത്തൊട്ടപ്പനും പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാ? 2-3 ദിവസം കുഞ്ഞിനെ മറ്റുള്ളവരെ എടുപ്പിക്കരുത്. മൂറോൻ പുരട്ടിയ ശരീരമായതുകൊണ്ട് ഈ വെള്ളം ആരും ചവിട്ടാത്തിടത്ത് ഒഴിക്കണം. ശൈശവകാലം മുതൽ ഈ കുഞ്ഞിനെ ദൈവീക കൃപയിൽ വളർത്തണം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും കൂടെ ഉണ്ടാകണം. കാരണം 2 ഘടകങ്ങൾ മാമോദീസായിലൂടെ ലഭിക്കുന്നുണ്ട്. ഒന്ന്, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. രണ്ടാമത് പറയുന്നുണ്ട് യൂക്കറിസ്റ്റിക്കൽ കമ്മ്യൂണിറ്റി. അന്നാണ് മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ
അംശിയായി കുഞ്ഞ് വളർന്നു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് 3 വയസ്സിനകത്താണ്. ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്, പണ്ട് മാതാപിതാക്കളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും, പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നിരന്തരം ബൈബിൾ വായിക്കണം, കണ്ണുനീരൊഴുക്കണം, ഒരു മരുന്നിന് ഒരുപാട് പോകേണ്ടി വരില്ല. കാരണം ഈ ഉള്ളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ റൂഹ, എലിസബത്ത് ദൈവമാതാവിനെ കണ്ടപ്പോൾ ഉള്ളിൽ കടഞ്ഞ പ്രജ കുതിച്ചു തുള്ളിയതുപോലെ ഈ മക്കളെ കുറിച്ച് ഓവർ ടെൻഷനൊന്നും വേണ്ട. ഇന്ന് മാതാപിതാക്കൾ, പണ്ട് നമുക്കറിയാം 10, 12, 14 മക്കളാണ്, അതിൽ 8 പെൺമക്കളാണ്. ഏത് മാതാപിതാക്കൾ സൂസൈഡ് ചെയ്തു, ഏത് കുടുംബം തകർന്നു, ഏത് മക്കൾ അനാഥമായി. ഇന്ന് 1, 2 മക്കൾ, മാതാപിതാക്കൾ ടെൻഷനാണ്. വായിക്കുന്നതോ അമ്മയെ വെട്ടിക്കൊന്നു, അപ്പനെ കുത്തിക്കൊന്നു, കാറിടിച്ചു കൊന്നു, ഒളിച്ചാടിപ്പോയി, പീഡനം നടന്നു. ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ പറയട്ടെ, ശരിക്കും ദൈവത്തിൻ്റെ പവർ എന്താണെന്നും ദൈവമാരാണെന്നും ശൈശവകാലം മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മന്ത്രമായി ഓതണം. നമുക്ക് ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് ഒരുപാട് അറിയാമെങ്കിലും ഞാനിപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വാക്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി അത് വായിച്ചു നോക്കണം, ദൈവം ആരാണെന്ന്. യെശയ്യാവ് 40:12 സദൃശ്യവാക്യം 30:4 നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കണം. യെശയ്യാവ് 40:12 തൻ്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? തൻ്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അവനാണ് ദൈവം. ആ ദൈവത്തെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. വീണ്ടും സദൃശ്യവാക്യം 30:4 സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങിയവൻ ആർ? ആഴിയെ തൻ്റെ പൂഴി കൊണ്ട് വേർതിരിച്ചവനാർ? വെള്ളത്തെ തൻ്റെ വസ്ത്രത്താൽ പിടിച്ചടക്കിയവനാർ? ഭൂമിയിലെ അറുതുകളെയൊക്കെയും പിടിച്ചടക്കിയവനാർ? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? അവനാണ് സാക്ഷാൽ ദൈവം, അവനാണ് സാക്ഷാൽ ക്രിസ്തു, അവനാണ് സാക്ഷാൽ പരിശുദ്ധാത്മാവ്. ഇത് നിരന്തരമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഈ കഴിഞ്ഞ ആഴ്ച പിറവംപള്ളി പ്രസംഗത്തിന് പോയി. പ്രസംഗം കഴിഞ്ഞപ്പം അച്ഛൻ ഒരു പ്രസന്റേഷൻ തന്ന ഒരു കൊച്ചിന് കൊടുക്കാൻ. CBSEയുടെ എക്സാമാണ്. ആ ടൈമിൽ ആ കുഞ്ഞു പള്ളിയിലെ നമസ്കാരത്തിനും അതുപോലെ തന്നെ ഗായക സംഘത്തിലും വന്നിരിക്കുക. അതിനൊന്നും മാർക്ക് കുറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ മാതാപിതാക്കൾ അറിയണം. അച്ഛനോട് തന്നെ ഞാൻ OBBSന്റെ കാര്യം ചോദിച്ചു. വെച്ചാൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളൊക്കെ കുറവാണ്. അച്ഛൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവാണോ? അല്ല. ഡയറക്ടേഴ്സിൻ്റെ അധ്യാപകരുടെ കുറവാണോ? അല്ല. നമ്മൾ എങ്ങനെ ഒരു പൈശാചികമായൊരു വലയത്തിൽ പോവുകയാണ് ദൈവമക്കളെ. ഇത്തരത്തിൽ പോയാൽ ഈ ലോകം ഒരുപാട് പോകുന്നു, സ്വപ്നം പോലും വിചാരിക്കേണ്ട. ഓർക്കണം, ഒരുപാട് ഭക്തിയിലൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പം തന്നെ നോക്കി എത്ര കസേര ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മൾ ഒരിക്കൽ ബറിയോന ശീമോനെ, നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. ഈ കാലം ചെയ്ത ഔഗൻ ബാവ തിരുമേനി പറയുന്നൊരു കൊട്ടേഷൻ ഉണ്ട്. ഞാനിവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഔഗൻ ബാവ തിരുമേനി എപ്പോഴും പറയുന്നൊരു സൂക്തമുണ്ട്. മക്കളെ, പള്ളിയിലെ പണമെടുത്ത് വീട്ടിലെ പണത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. പള്ളിയിലെ സമയമെടുത്ത് വീട്ടിലെ സമയത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ സമയം വെന്തുപോകും. കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കും. പിന്നെ പറയുന്ന 2 പേരുണ്ട്. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. എൻ്റെ മുഖം, എൻ്റെ സ്വർണം, എൻ്റെ കാറ്, എൻ്റെ പേര്. ഞാൻ സെമിനാരിൽ പോകുമ്പോൾ എൻ്റെ ഡയറിയിൽ ഒരു അച്ഛൻ കുറിച്ച് തന്നു, മോനെ, പ്രശസ്തനായി തീർന്നില്ലേലും നീ വിശ്വസ്തനായി തീരണം. പ്രശസ്തനാവാൻ ആർക്കും പറ്റും. ദാവീദ് സങ്കീർത്തനത്തിൽ പാടി, ദൈവമേ രഹസ്യകാര്യങ്ങൾ എന്നെ നീ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. പലരും പറയാറുണ്ടല്ലോ, അച്ഛാ എനിക്ക് പള്ളിയിൽ വലിയ പേരില്ല, കുടുംബത്തിൽ വലിയ അംഗീകാരമില്ല. എന്തിനാണ് ഒരുപാട് പേര്? കർത്താവ് തന്നെ പഠിപ്പിച്ചു, ഹോസന്ന പാടി. അടുത്ത ആഴ്ച ഈ ഹോസന്ന പാടിയവർ തന്നെ ക്രൂശിക്കാൻ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആ പിതാക്കന്മാർ പറയാറുണ്ട്, മക്കളെ, തറയിൽ കിടന്നാൽ നീ തറയിൽ വീഴത്തില്ലെന്ന്. ഈ കുഞ്ഞുങ്ങളെ ബാല്യകാലം മുതൽ പഠിപ്പിക്കേണ്ട ഒന്നുണ്ട്, ദ പവർ ഓഫ് ഗോഡ്. ദൈവം ആരാണെന്നും ദേവാലയം ആരാണെന്നും നോമ്പെന്താണെന്നും ഉപവാസം എന്താണെന്നും മന്ത്രമായി സങ്കീർത്തനങ്ങൾ നിരന്തരം ചൊല്ലിക്കൊടുത്ത് ആ കുഞ്ഞ് എവിടെ വളഞ്ഞാലും അവസാനം ആ സംസ്കാരത്തിൽ വളർന്നു വരും. എന്ത്? ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം. ഇനി അതിനകത്ത് ചെറിയ 1-2 ഘടകങ്ങൾ കൂടിയുണ്ട്. അവിടെ ശിംശോന്റെ കുടുംബത്തിൽ ദാൻ ഗോത്രത്തിലേക്ക് 3 അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. 1, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തൊടരുത്. 3, തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കി.
അതിൽ ആദ്യത്തേതാണ് വീഞ്ഞും മദ്യവും കുടിക്കരുത്. ക്രൈസ്തവർ ഒരുപാട്, എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കൂടുതൽ ഇന്ന് പുരുഷന്മാർ നോമ്പെടുക്കുന്നുണ്ട്. എനിക്കറിയാം, അവർ രഹസ്യമായിട്ട് ആരോടും പറയാറുമില്ല. പക്ഷെ പലർക്കും പറ്റുന്നത് 50-ാം ദിവസം പള്ളിയിൽ പോയി കുർബാന കൊണ്ടിട്ട് വീണ്ടും പഴയ വഴിക്കാണ് പോകുന്നത്. മറന്നു പോകരുത്, പിതാക്കന്മാർ പറയുന്നത് ലിറ്റേർജി ആഫ്റ്റർ ലിറ്റേർജി. ഓർക്കണം, കുർബാന അധരങ്ങളിൽ വച്ചാൽ പിന്നീ നാവ് മദ്യപാനത്തിനും ദൈവത്തിന് ഹിതമല്ലാത്ത വഴിക്കും വിട്ടുകൊടുക്കരുത്. എന്നലങ്കാരം വസ്ത്രം ധരിച്ചിടും ഇന്നു മുതൽ ഞാൻ, ദൈവമേ മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും ചേർന്ന് വരികില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വൈദികനാവാൻ തിരുമേനിമാരും വൈദികരുടെ എല്ലാം പ്രാർത്ഥനാ ജീവിതം ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര അൽമാരെ എനിക്കറിയാം. അവരുടെ ഓരോ നോട്ടം, അവരുടെ ഓരോ പള്ളി പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ ശൈലികൾ, അവരുടെ നിഷ്ഠകൾ, അതൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കാണുന്ന ഒരാൾക്ക് നമ്മുടെ നോമ്പ്, നമ്മുടെ പ്രാർത്ഥന കണ്ട് നല്ല സംസ്കാരം കണ്ടു പഠിക്കണം. അതിൽ ആദ്യത്തേതാണ് വീഞ്ഞ് മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തുടരുത്. സഭ നമുക്ക് 117 ദിവസം 365 ദിവസങ്ങളിൽ 117 ദിവസം നോമ്പാണ്. അത് കൃത്യമായി എടുക്കണം. പലരും പറയുന്നുണ്ട് അകത്തോട്ട് പോകുന്നതൊന്നും മനുഷ്യനെ അശുദ്ധനാക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം മനുഷ്യൻ തെറ്റിയതെവിടാം? അകത്തോട്ട് പോയത് തന്നെ. ദൈവമക്കളെ, ഈ ബുധൻ വെള്ളി സഭയുടെ നോമ്പുകൾ കൃത്യമായി എടുത്തേ. ഞാൻ പറയട്ടെ, ആ ഭവനത്തിൽ വരുന്ന ഐശ്വര്യം ഓരോ വർഷം പണത്തിൻ്റെയോ അപകടങ്ങളോ ബുദ്ധിമുട്ടൊക്കെ വരാം. പക്ഷെ ആ ഭവനത്തിൽ വരുന്ന ദൈവിക കൃപകളെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 3ാമത് പറയുന്നുണ്ട്, തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. ശിംശോന്റെ രഹസ്യം അവന്റെ മുടിയിലായിരുന്നു. വൈദികരുടെ തന്നെ പട്ടം കുടയ്ക്ക് 4 സൈഡിൽ നിന്ന് മുടി കത്തിരിച്ച് ആ കവറിലിട്ട് പിതാക്കന്മാർ സൂക്ഷിക്കാറുണ്ട്. കാരണം ഈ പട്ടത്തെ ശുശ്രൂഷയ്ക്ക് ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം നീ ബലി കഴിക്കരുത്. ഇതേപോലെ ഇവിടെ ഇരിക്കുന്ന ഏലിയ ദേവാലയത്തിൽ ദൈവമക്കളെ, ഏതൊരു കുടുംബം, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കുക, ഏതൊരു കുടുംബം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വിശുദ്ധമായ രഹസ്യ ജീവിതമുണ്ട്. യാതൊരു ഡൗട്ടുമില്ല. ഒരു വ്യക്തി, ഒരു കുടുംബം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വിശുദ്ധിയുടെ രഹസ്യമുണ്ട്. തിരിച്ചുമുണ്ട്. ഒരു കുടുംബം തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പാപരഹസ്യമുണ്ട്. ഒരു കുടുംബം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വിശുദ്ധ രഹസ്യമുണ്ട്. ഒരു കുടുംബം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പാപരഹസ്യമുണ്ട്. നമ്മുടെയൊക്കെ ധാരണ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ആരും കാണുന്നില്ല. പക്ഷെ മറക്കരുത്, 139-ാം സങ്കീർത്തനം, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണമൊക്കെ നീ ദൂരെ നിന്ന് അറിയുന്നു. അവസാനം പറയാണ്, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തണം. ഹഡ്സൺ ടൈലർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റേതാണെന്നറിയാമോ? സ്വന്തം തെറ്റ് മനസ്സിലാക്കാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഒരു ഭക്തൻ അവന്റെ ദിവസം തുടങ്ങുമ്പോൾ 3 ചോദ്യം ചോദിക്കണം. ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ. എൻ്റെ ദൈവമേ, ഇന്ന് ഞാനൊരു വഴിക്ക് പോകുന്നു, ഈ വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? 2, വെദർ ഇറ്റ് ഈസ് ലൂസ് മൈ ലൈഫ് ആൻഡ് സ്പിരിറ്റ്. ഈ വഴിയിലൂടെ എൻ്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമോ? ഞാൻ വരികൾ നിങ്ങൾ മറക്കരുത്. ദൈവമേ, ഞാൻ ഇന്നൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ, ഇതെൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? 2, വെദർ ഇറ്റ് ഈസ് ലൂസ് മൈ ലൈഫ് ഇൻ സ്പിരിറ്റ്, ഇതെൻ്റെ ആത്മീയത നഷ്ടപ്പെടുമോ ഈ വഴിയിലൂടെ? 3, വാട്ട് ഈസ് ഇറ്റ് എൻ, ഇതിൻ്റെ അവസാനം എന്താണ്? ഇത് മനസ്സിലാക്കാതെ പോയാൽ സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യം 2 പറയുന്നുണ്ട്, 14, 12, 16, 25. ഇത് രണ്ടും സെയിം വേടാ. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യത്തെ ആശയം ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ സഭ നമുക്ക് തരുന്ന ആദ്യത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. 2ാമത്തെ സംസ്കാരം, ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. ഇപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ 2ാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, മാനവികതയുടെ സംസ്കാരം. എന്താ മാനവികതയുടെ സംസ്കാരം? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ദ വിക്ടറി ഓവർ സെൽഫ് ആൻഡ് വിക്ടറി ഓവർ സർക്കംസ്റ്റൻസസ്. സ്വയത്തെയും സാഹചര്യത്തെയും അതിജീവിക്കുന്ന സ്വർഗീയ ചിന്ത. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുർബാനയിൽ എത്ര ക്രമമുണ്ട് അറിയാവുന്നവരൊന്ന് പറയാമോ? കുർബാനയിൽ എത്ര ക്രമമുണ്ട്? നമുക്കറിയാം ഒരു ക്രമം, കുർബാന ക്രമം അല്ലേ? കുർബാനയിൽ 13 ക്രമം, തുബ്ദേനുകൾ 18, 6 ശുശ്രൂഷകർ, 6 പുരോഹിതൻ പരസ്യമായിട്ട്, 6 പുരോഹിതൻ രഹസ്യമായിട്ട്.
ഈ 13 ക്രമം ചൊല്ലുന്ന പുരോഹിതൻ ഒരു വരിയെങ്കിലും സ്വന്തമായി അച്ഛൻ്റെ ഭാര്യയുടെ പേരെടുത്ത് ചൊല്ലുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ. ദൈവമക്കളെ ഓർക്കണം, നമ്മൾ പള്ളിയിൽ വരുന്നത് ദൈവാനുഗ്രഹത്തിനല്ല. ഞാൻ പറഞ്ഞ വരി മറക്കരുത്. നമ്മൾ ആരാധനയ്ക്കും പള്ളിയിലും വരുന്ന ദൈവാനുഗ്രഹത്തിനല്ല. നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഇത് പറയാനാണ് ഇവിടെ വന്നതെന്ന്. ദൈവാനുഗ്രഹം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ദൈവാനുഗ്രഹത്തെ കൂടുതലായി നമുക്ക് വേണ്ടത് ദൈവമാണ് വേണ്ടിയത്. രാജാവിനെ കിട്ടിയാൽ ഖജനാവ് കൂടെ പോരും. 1 പോയിന്റ്, റൈറ്റ് പോയിന്റ്, റൂട്ട് പോയിന്റ്, ദാറ്റ് ഇസ് സ്പോർട്സ് പോയിന്റ്. കൃത്യമായിട്ട് ഓർക്കണം, ഈ സഭ നമുക്ക് തരുന്നത് ആകെ പുരോഹിതൻ കുർബാനയുടെ അവസാനമാണ് ഒരു കാലത്ത് താഴോട്ട് വെച്ച് പറയുന്നുണ്ട്, ഞാനോ ബലഹീനനും പാവിയുമായ ദാസൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ നമ്മൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല പറയുന്നത്. അന്നേരവും നമ്മൾ മറുപടി പറയുന്നത് കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവമക്കളെ നോക്കി, ഇവിടെ പ്രഭാതത്തിൽ തന്നെ ശുശ്രൂഷകർ വായിക്കുന്ന മസ്മൂറ കേട്ടിട്ടില്ലേ? പർവ്വതങ്ങളും സകല കുന്നുകളും, ബലവൃക്ഷങ്ങളും സകല കാര്യങ്ങളും, മൃഗങ്ങളും സകല കന്നുകാലികളും, ഇഴജന്തുക്കളും പക്ഷികളും പറവുകളുമേ നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പീൻ. സങ്കീർത്തനം 24:1. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലോ അതിലെ നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു. ഓർക്കണം, നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കാര്യം മാത്രം നോക്കുവാനല്ല. പൂർവ്വകാലം ഒന്ന് നോക്കി, ഏത് വീട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ 10, 12, 14 മക്കളുണ്ട്. ഈ 14 മക്കളുണ്ടെങ്കിലും വീണ്ടും കാണും ആ വീട്ടിൽ 2 ഗസ്റ്റ് കാണും. വീടിന് മതിലില്ല, ഗേറ്റില്ല. മാത്രമല്ല, വന്ന് താമസിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ചോദിക്കും ഇനി എന്നാണ് വരുന്നത്. ഇന്നാണെങ്കിൽ സ്ട്രോങ് മതിലും അതിനേക്കാൾ വലിയ ഗേറ്റും വാലില്ലാത്തൊരു പട്ടിയും 32 താക്കോലും 28 മുറിയും. പല കുടുംബങ്ങളിൽ അനാഥമാണെന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. അടുത്തിടയ്ക്ക് ഒരു അച്ഛൻ പറയുമായിരുന്നു, ഒരു വലിയ വീട് കൂതാശിക്ക് അച്ഛൻ ശുശ്രൂഷക്കാരൻ പ്രായമുള്ള ഒരു അപ്പച്ചനാണ്. കുന്തിരിക്ക് വിട്ടുകൊടുത്തു. കുന്തിരിക്ക് വിട്ടുകൊടുത്ത് സെതറ കഴിഞ്ഞ് എത്രയായിട്ട് ഈ അപ്പച്ചനെ കാണുന്നില്ല. കറങ്ങിത്തിരിഞ്ഞ് അയലോക്കത്ത് നിന്ന് കയറി. കാരണം വീടിൻ്റെ സാഹചര്യങ്ങളൊന്നും ഇപ്പം ഈ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ അപ്പച്ചൻ അറിയില്ല. ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ വീടെന്ന വാക്കിൻ്റെ അർത്ഥം അത് വിട്ടുകളയാനുള്ളതെന്നാണ്. അതുകൊണ്ട് ആ പുരോഹിതന്മാരുടെ ശവസംസ്കാരത്തിന് ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും പാടാന്ന് വരിക, നശ്വരമായ വീട് നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്. ദൈവമക്കൾ, ഈ ഭൂമിയിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ലോകത്തോടെ നമുക്കൊരു കടപ്പാടുണ്ടായിരിക്കണം. അതുകൊണ്ടാ സർവ്വമതങ്ങളും ചൊല്ലുന്നത് ആനോ ഫദ്ര കൃതവേ എന്ത് വിശുദ്ധ സർവ്വലോക സമസ്ത സുഖനോ ഭവന്തു സർവേ സന്തുനിരാമയ മാ വിദ്വേഷ മകെ. ലോകരെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ, നമ്മളാൽ ആരെയും ദൂഷിക്കാതിരിക്കട്ടെ. ഇപ്പം 10ാം ക്ലാസ്സിൻ്റെയും +2-ൻ്റെ എല്ലാം എക്സാം വന്നു തുടങ്ങി. അച്ഛന്മാർക്ക് എടുപ്പത് പണിയാണ്. ത്രോണോസിനകത്താണ് പേന കൊണ്ടുവച്ച് പ്രാർത്ഥിക്കേണ്ടത്. വണ്ടിയുടെ താക്കോല് ത്രോണോസിനകത്ത്. ഇതൊന്നും പള്ളിയുടെ അകത്തുകൊണ്ട് മതബാഹിക്കകത്ത് കയറ്റാനുള്ളതല്ല. പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുർബാന പരീക്ഷയാകുമ്പോൾ പോയി കുർബാനയും കൊള്ളും. പക്ഷെ ഇന്ന് കുർബാന കൊണ്ടിട്ട് തലയ്ക്ക് പിടിച്ച് കുർബാന കൊണ്ടാൽ പിന്നെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കേണ്ട. പിന്നെ പേന കൊണ്ടുവരും, പെൻസിൽ കൊണ്ടുവരും, അടുത്തിടയ്ക്ക് ഒരു കൊച്ചു ഹാൾ ടിക്കറ്റ് കൊണ്ടുവരും. ഇനി എന്നാണ് ഡെസ്കും ബെഞ്ചും കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. കാരണം വിശ്വാസം കൂടിക്കൂടി അന്ധവിശ്വാസമായി. പ്രിയമുള്ളവരെ, മറക്കരുത്, ഏറ്റവും പ്രധാനമായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഒരു പരീക്ഷയും തോറ്റാലും മാർക്കൊന്ന് കുറഞ്ഞാലും അവന് ദൈവം ആരാണെന്നും അവനെ കാണുന്നവർ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സാധിച്ചാൽ അതാണ് സഭ തരുന്ന നമുക്ക് രണ്ടാമത്തെ ഒരു സംസ്കാരം, ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. ഇപ്പം ധാരാളം പേര് ഈ സഭ വിട്ടു പോകാനുള്ള മെയിൻ കാര്യം എന്തെന്നറിയാമോ? അച്ഛാ ഇവിടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നില്ല, എന്നും ഒരു കുർബാനയാണ്, എന്നും ഒരുപോലാ തോന്നുന്നത്. പക്ഷേ പല സ്ഥലത്ത് ചെന്നാൽ നമുക്ക് വിഷയം വെച്ച് നടുവേദനയും കണ്ണുവേദനയും വിസയുടെ കാര്യവും ഗൾഫിൻ്റെ കാര്യവും. മറക്കരുത്, തിരുവചനം പറയുന്നുണ്ട്, അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളണം. ഈ കൊറോണയുടെ സമയത്ത് ഈ പ്രവാചകന്മാരൊക്കെ എവിടെ പോയി? ആലോചിച്ച് നോക്കി. ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചവരെ ആരും കണ്ടിട്ടില്ലല്ലോ. എന്താ കാര്യം? ദൈവമക്കളെ, ഈ ഭൂമിയിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ആരാണെന്ന് നീ അറിയണം. നീ അറിഞ്ഞവൻ ലോകം മുഴുവൻ യേശുവിൻ്റെ സാക്ഷികളായി മാറണം. ഞാൻ തന്നെ ഈ ഒരു 4 വർഷം മുമ്പ് ഒരു തീരുമാനമെടുത്തു, 10 ലക്ഷം പേരെ യേശുവിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഗോസ്പൽ ഫോർ യൂത്ത് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ദുബായിലെ ഒരു കൂട്ടുകാരനും കൂടി ഏതാണ്ട് ഒരു 6 ഗ്രൂപ്പ് പല ഭാഷയിൽ ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് വാക്യങ്ങൾ അയക്കുക. എന്നാ സന്തോഷമാണെന്നറിയാമോ?
ഒരുപാട് പേരെ സൂയിസൈഡിൽ നിന്നും മദ്യപാനത്തൊക്കെ മാറ്റാൻ സാധിച്ചു. ഇനിയും എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. എനിക്കൊരു കാര്യത്തിൽ പേടിയാം, ഈ പേരും പ്രശസ്തിയൊക്കെ വന്നാൽ അതിൻ്റെ കൂടെ അടിയും കിട്ടും. പള്ളിയിൽ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ട്, ഇപ്പം തന്നെ ഞാൻ OBBSൻ്റെ ഡയറക്ടറായി. അതിൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രസംഗത്തിന് ഈ പള്ളിയിൽ വരെയൊക്കെ വന്ന എൻ്റെ രണ്ടാമത്തെ ബ്രദർ, ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ച വ്യക്തി, പെട്ടെന്ന് കുഴഞ്ഞു വീണ് ലോകത്തോട് യാത്ര പറഞ്ഞു. ആ പടം പത്രത്തിൽ വന്നപ്പോൾ എൻ്റെ പടത്തിൻ്റെ സന്തോഷം പോയില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ കിട്ടുന്നത് എന്തിനും ഒരു നിശ്ചിതമായ സന്തോഷമേ കൊടുക്കാവൂ. അതിനേക്കാൾ ഉപരിയായി എടുക്കേണ്ടത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഞാനിപ്പോൾ ഇരിക്കുന്ന എളമ്പൽ പള്ളിയാണ്, 162 വീട്ടുകാർ. നിങ്ങൾ വന്നു നോക്കുക, രാവിലെ മദ്ബഹയിൽ കയറുന്ന 10 കുഞ്ഞുങ്ങൾ വന്ന് നിരന്നിരിക്കും. 10 കുഞ്ഞുങ്ങളല്ല വരുന്നത്, അവരുടെ പേരൻസും. ഇപ്പം 35-40 പേർ 6:30 പള്ളി വരും. ശുശ്രൂഷക്കാർ മാത്രമല്ല. എൻ്റെ വലിയൊരാഗ്രഹമാണ് ഈ സഭയുടെ, എൻ്റെ ദൈവത്തിൻ്റെ, ഞാൻ അനുഭവിച്ച യേശുവിൻ്റെ ബാക്കി എല്ലാ സൗഹൃദങ്ങളും പോകും. പ്രിയമുള്ളവരെ, എല്ലാ സൗഹൃദങ്ങളും, ഈ ഫോണൊന്നും വേണ്ടെന്ന് പറയുന്നില്ല, ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഇരിക്കട്ടെ, പക്ഷെ ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. അതല്ലേ വാഹനങ്ങളുടെ പുറകിൽ കൊടുത്തിന് കീപ് ഡിസ്റ്റൻസ്. മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ യേശുവിന് കാണിച്ചു കൊടുത്തേ. ഒരു ദിവസം ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞേ, ആരോടെങ്കിലും ദൈവവചനം പറഞ്ഞേ, നമുക്ക് കിട്ടുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാം. ചുരുക്കം ചിലർ നമ്മളെ കളിയാക്കുന്നു വരാം. നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ സന്തോഷത്തിന് വേണ്ടി ക്രൈസ്തവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ടു സെർവ് ഇറ്റ് ടു ഗ്ലോറി ഓഫ് ഗോഡ്. നീ കൊടുത്ത് ദൈവമഹത്വം പ്രാപിക്കണം. അപ്പോൾ രണ്ടാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. മൂന്നാമത്തെ സംസ്കാരം, ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും, മൂന്നാമത് പറയാം ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ. അപ്പം ദൈവത്തിൻ്റെ നല്ല വചനം നമുക്ക് തരുന്ന മൂന്നാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് കെനോട്ടിക്, അല്ലെങ്കിൽ കൾച്ചർ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. അപ്പം മാമോദീസയുടെ സംസ്കാരം, മാനവികതയുടെ സംസ്കാരം, ശുശ്രൂഷയുടെ സംസ്കാരം. അതിന് ഞാനൊരു 3 വാക്യം പറയാം, അത് നിങ്ങൾ മറക്കാതെ കുറിച്ചെടുക്കണം. 1 2 തീമോത്തിയോസ് 3:12, 2 എബ്രായർ 12:5, 3 വിശുദ്ധ മത്തായിയിലെ 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണം. ഈ വാക്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. ആദ്യത്തെ വാക്യം 2 തീമോത്തിയോസ് 3:12, എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ഇത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയേണ്ട ഒരു വാക്യമാണ്. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, അച്ഛാ ഇത്ര പള്ളി പോയിട്ടും നോമ്പെടുത്തിട്ടും കുമ്പിട്ടിട്ടും ബൈബിൾ വായിച്ചിട്ടും അച്ഛാ എന്തുമാത്രം പ്രയാസങ്ങളിലൂടെ അച്ഛൻ ഞാൻ പോകുന്നത്. ദൈവമക്കളെ, നിങ്ങൾ മാത്രമല്ല, ഞാനും അച്ഛനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾക്കറിയാമോ, പട്ടം കൊടയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ തരുന്നത് ഒരു മെഴുകുതിരിയാണ് ശമ്മാശനാകുമ്പോൾ, വൈദികനാകുമ്പോൾ കയ്യിൽ തരുന്ന ധൂപക്കുറ്റിയാണ്. ഇത് രണ്ടും ഉരുകി എരിഞ്ഞ് പ്രകാശമായി ധൂപമായി അവനവൻ തന്നിലേക്ക് ഉരുകേണ്ടതാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതും ഈ മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലെ കെനോട്ടി പാസേജിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ശരിക്കും വീണ്ടും എബ്രായ ലേഖനം 12:5 പറയുന്നത്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, ദൈവം തല്ലുമ്പോൾ മുഷിയരുത്, ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും, പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന കിരീടം സമാധാനമായി ലഭിക്കും. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വഴി എന്ത് കുറേയേറെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം പറഞ്ഞതാ, എൻ്റെ നാമത്തിൽ സകലരും നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഇന്ന് പലരും പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഈ നോമ്പൊക്കെ എടുക്കുന്നതിന് മെയിൻ ഉദ്ദേശം എന്തെന്നറിയാമോ? നമ്മൾ ചില കൃത്യമായ പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ട്. അതിനൊന്നുമല്ല നോമ്പെടുക്കേണ്ടത്. നമ്മുടെ വൈദികർ വായിക്കുന്ന സദറ, 40 ദിവസം സദറയുണ്ട്, രാത്രിയും പ്രഭാതവും സന്ധ്യയ്ക്കും ഒക്കെ തന്നെ. ഈ സദറയിൽ 5 വരി 19 ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിച്ച് എന്തിനാ ഇത്ര റിപ്പീറ്റ് ചെയ്യുന്നത്? അത് ഇപ്രകാരം അറിയാം. 1,
ദൈവമേ, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണിനെ നീ എനിക്ക് തരണം. ആദ്യം നോമ്പിൻ്റെ ഉദ്ദേശം അഥവാ ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. ഒന്നുകൂടെ ഞാൻ പറയാം. ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. നോമ്പിലെ തന്നെ പാട്ടുകൾ എനിക്കൊന്ന് പലർക്കും അറിയാം. അച്ഛൻ പറഞ്ഞു, നമ്മളെക്കാൾ വലിയ ഉച്ചത്തിൽ ജനങ്ങൾ ചൊല്ലും. നോമ്പിന്റെ പാട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിയരെ, നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം. ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. പ്രിയരെ, നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം. ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. മറ്റൊരു പാട്ട്, സഹജന്മാരെ കണ്ണീർ ജാഗരണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ. തന്മൂലം നാമീറേ ദൂതന്മാർ ഇഷ്ടന്മാരായി സ്വർഗം നേടിടും. സഹജന്മാരെ കണ്ണീർ ജാഗരണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ. തന്മൂലം നാമീറേ ദൂതന്മാർ ഇഷ്ടന്മാരായി സ്വർഗം നേടിയിടും. ശരിക്കും ഈ പീഡാനുഭവത്തിൽ ഇനി അടുത്ത ആഴ്ച കഷ്ടാനുവാഴ്ച എനിക്ക് തോന്നുന്നു ഒരു 10,000-4,000 കുമ്പിടിയിലെങ്കിലും ടോട്ടലി വരുന്നുണ്ട്. ഈ കുമ്പിടിയിലൊന്നും വിടരുത്. ഈ കുമ്പിടുന്നത് എങ്ങനെ ആയിരിക്കണം? ഒരിക്കലും കഷ്ടപ്പെട്ട് കുമ്പിടരുത്, കഷ്ടപ്പെട്ട് നോമ്പെടുക്കരുത്. ഇഷ്ടപ്പെട്ട് നോമ്പെടുക്കണം, ഇഷ്ടപ്പെട്ട് കുമ്പിടണം. അങ്ങനെ കുമ്പിടുമ്പോൾ നമ്മുടെ തലമുറ പഠിക്കുകയും ആ ത്യാഗത്തിൻ്റെ മാർഗത്തിൻ്റെ വഴിയിലൂടെ പോവുകയും ചെയ്യും. പൂർവികരായ മാതാപിതാക്കളൊക്കെ നോക്കി, പണ്ടൊക്കെ 70, 80, 90, 100 വയസ്സൊക്കെ നല്ല ആയുസ്സായിരുന്നു. പക്ഷെ ഇത്ര ആരോഗ്യമുണ്ടെങ്കിൽ പോലും അവരെ ഒരു ഫംഗ്ഷനോ മറ്റു കാര്യങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ ഡ്രസ്സാണെങ്കിലും അവരുടെ സാഹചര്യം മുഴുവൻ. ഇന്ന് ഒരുപാട് പേർ ധാരാളം രോഗമുണ്ട്. പക്ഷെ പുറമേ അവർ നടക്കുന്നത് കണ്ടാൽ എത്രമാത്രം ആർഭാടത്തോടു കൂടിയാണ്. എന്തിനാണ് ഈ ഭൂമിയിൽ ഇത്ര ആർഭാടം കാണിക്കുന്നത്? ജസ്റ്റ് ഉദാഹരണം, നമ്മുടെ വിവാഹ ഉദാശ തന്നെ നോക്കി. പണ്ട് ഞായറാഴ്ചയായാലും തിങ്കളാഴ്ചയായാലും കുർബാന കൊണ്ട് മാത്രം വിവാഹ ഉദാശ നടത്തൂ. അടുത്തിടയ്ക്ക് കോട്ടയത്ത് തന്നെയാണോ ഞാൻ കേട്ടത്, ഒരു വിവാഹ ഉദാശ രാവിലെ മണവാളനും മണവാട്ടിയും അവരുടെ പേരൻസും കൂടെ 5:30 രാത്രി നമസ്കാരത്തിന് വന്നു, 20 പേരും. 6 മണിക്ക് പ്രഭാത നമസ്കാരം. മണവാളനെ മണവാട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 6:15 പ്രഭാത നമസ്കാരം, 7 മണിക്ക് വിശുദ്ധ കുർബാന, 8:30 തീർന്ന് വിവാഹ ഉദാശ, 9:30 തീർന്നു. ചെറിയ സ്നാക്സും കൊടുത്തു. വൈകിട്ടായിരുന്നു റിസപ്ഷൻ. ഇതുപോലൊരു വിവാഹ ഉദാശ മലങ്കര സഭയിൽ അടുത്തിടയ്ക്ക് നടന്നു കാണത്തില്ല. പ്രിയമുള്ളവർ, എന്താ അതൊരു ലക്ഷ്യമാണ്, അതൊരു വിശ്വാസമാണ്. പണ്ട് ഏത് കുർബാന അനുഭവിക്കാതെ വിവാഹ ഉദാശ നടത്തിയിരുന്നില്ല. മാത്രമല്ല, തിരുമേനിമാരും കൊയറൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ഒരു പരിധിക്കപ്പുറം നമുക്ക് ദൈവം തന്ന പണമൊന്നും ദൂർത്തടിക്കാനുള്ളതല്ല. നാളെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും, ചെവിയുടെ കേൾവി കുറയും. കിട്ടുന്ന ഓരോ സാഹചര്യത്തിലും നീ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിന്റെ കയ്യിൽ വരുന്ന പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. അടുത്തിടയ്ക്ക് പരുമലയിൽ എനിക്കറിയാവുന്ന വളരെ സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് മലങ്കര സഭയിൽ നിന്ന് 14 കല്യാണം ആരോടും പറയാതെ അദ്ദേഹം നടത്തി. അദ്ദേഹം പറയാം, എന്തിനാണച്ചാ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഈ പണമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ദൂർത്തടിച്ചാൽ ഇതിനെല്ലാം ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവമക്കളെ, നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് സർവ്വലോകത്തിൻ്റെയും ഉടയനായ യേശു തമ്പുരാൻ കഴുതപ്പുറത്ത് കയറിയെങ്കിലും, കാരിരുമ്പാണിമേൽ അവനെ തൂക്കിയെങ്കിലും, കുരിശിന്മേൽ തൂങ്ങിയെങ്കിലും, അവൻ്റെ മുഖത്ത് തുപ്പിയെങ്കിലും, ഈ സമയത്തൊന്നും കർത്താവിൻ്റെ ദൈവികമായ സ്പർശനം നമ്മൾ തിരിച്ചറിയണം. തേജസ്സിൻ്റെ മുഖം. ഇതിനാണ് കുടുംബജീവിതത്തിൽ, അതാണ് ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. വിവാഹ കൂദാശയെ തന്നെ മണവാളൻ്റെയും മണവാട്ടിയുടെയും കൈപിടിച്ച് യോജിപ്പിച്ചിട്ട് അവിടെ പറയുന്ന ശ്രദ്ധേയമായ 5 വരിയുണ്ട്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം,
ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. അത് ഓരോന്നും ചിന്തിച്ചു നോക്കി. സ്ലീബ മറക്കരുത്, കുരിശിനെയും മുറിക്കുന്ന അപ്പമായ വിശുദ്ധ കുർബാന മറക്കരുത്, ബൈബിൾ വായന മുടങ്ങരുത്. ഇപ്പം ഞാൻ എല്ലായിടവും പറയാറുണ്ട്, കൊട്ടാരക്കരയിൽ ഭദ്രാസനത്തിന് മർത്തോമറിയ സമാജം സെക്രട്ടറി 119 സങ്കീർത്തനം കാണാതെ ചൊല്ലും. പലരും പറയാറുണ്ട്, അച്ഛാ ഈ കൊറോണ സമയത്തും അല്ലാതെ വീട്ടിൽ നിന്ന് ഒരുപാട് പേരുടെ സ്റ്റൈലിഷ് വർത്താനമാണ്, വീട്ടിൽ നിന്ന് ബോറടിക്കുന്നു. എവിടെ ബോറടിക്കും? ദൈവഭക്തന്റെ ജീവിതത്തിൽ ഒരിക്കലും ബോറടിയില്ല. നമ്മൾ ബൈബിൾ ആഴമായി വായിച്ചു നോക്കി. എനിക്ക് തന്നെ, ഞാൻ ബൈബിൾ കൈയെടുത്ത് പറയും, 10-700 വാക്യം കാണാതെ അറിയാം. ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ജയവേടൻ മങ്കിയുടെ പരിഭാഷപ്പെടുത്തിയ 2450 പ്രസംഗം ഇട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ കാറ് യാത്ര ചെയ്യുന്നത്. എൻ്റെ സഹോദരനിപ്പം കൂടെ വരാനില്ലാത്തതുകൊണ്ട് സഹോദരന് ഈക്വലായി വലത് സൈഡിൽ ബൈബിളും വെച്ച്, ഇടത് സൈഡിൽ ബൈബിളും വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കാരണം ഇതില്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുടുംബത്തിൽ ബൈബിൾ കോമൺ ആയിട്ടിരിക്കട്ടെ, പക്ഷെ ഒരു സിബിട്ട് ബൈബിൾ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണണം. സദൃശവാക്യം 6:22-23 വാക്യത്തിൽ പറയുന്നുണ്ട്, കൽപ്പനയും വചനവും ഒരു ദീപമാണ്. കൽപ്പന ഒരു ദീപവും വചനം ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനങ്ങൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. ബോംബെയിലെ ഒരു പള്ളിയിൽ കഷ്ടാനുവാഴ്ച 8 വർഷം മുമ്പ് ഞാൻ പോയി. അവിടെ ഒരു ദിവസം വികാരിയച്ഛനോടൊപ്പം ഒരു കുടുംബത്തിൽ ചെന്നപ്പം ഭാര്യ വിവാഹശേഷം 3 വർഷം കഴിഞ്ഞ് തളർന്നിട്ട് 22 വർഷമായിട്ട് ഈ ഭർത്താവാണ് എടുത്ത് പൊന്നുപോലെ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു വാട്ടമോ ഒരു ദേഷ്യമോ കണ്ടിട്ടില്ല. പല തവണ ഈ സ്ത്രീ മനുഷ്യനോട് പറഞ്ഞു ഡിവോഴ്സ് ചെയ്യാൻ. ആകപ്പാട് കൊട്ടക്കൽ ആയുർവേദശാലയിൽ ഒരു മരുന്ന് പാലിൽ കലക്കി മാത്രമാണ് കൊടുക്കുന്നത്, സംസാരശേഷി മാത്രം. പക്ഷെ ആ സ്ത്രീ പറഞ്ഞൊരു മറുപടി, അച്ഛാ ഭൂമിയിൽ ആർക്കും സ്വർഗം കിട്ടിയില്ലേലും എൻ്റെ ഭർത്താവിന് സ്വർഗം കിട്ടും. അടുത്തിടെ മനോരമയിൽ ആ ഫീച്ചർ മൊത്തം വന്നു. എന്താ ടൈറ്റിൽ എന്നറിയാമോ? ഭാര്യയുടെ കാല് ഭർത്താവിൻ്റെ കയ്യ്. ഭാര്യയ്ക്ക് കാലില്ല, ആ കാലെന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യ. ദൈവമക്കളെ, കുടുംബജീവിതത്തിൽ ഇത്രയും ത്യാഗമൊക്കെ സഹിക്കുന്ന എത്രയോ പേരുണ്ട്. ഓർക്കുക, എനിക്ക് പള്ളിയിൽ വെച്ച് പുരോഹിതനെ യോജിപ്പിച്ചപ്പോൾ അവിടെ ചൊല്ലി പ്രതിജ്ഞ, മക്കളെ, ജീവമേശ മറന്നാൽ, സ്ലീബായെ മറന്നാൽ, ബൈബിളിനെ മറന്നാൽ, ഈ കല്യാണം നടത്തിയ ജനക്കൂട്ടത്തെയും പുരോഹിതനെയും മറന്നാൽ നിനക്ക് ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം കിട്ടില്ല. കുറേയൊക്കെ ഡിവോഴ്സിൻ്റെ സാഹചര്യങ്ങളുണ്ട്. മറിച്ച് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, എനിക്ക് ദൈവം തന്ന ഭർത്താവാണ്, ദൈവം തന്ന ഭാര്യയാണ്. വിവാഹ ഉദാശ എന്നാ അവസാനിക്കുന്നത് അറിയാമോ? രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴല്ല, രണ്ടുപേരിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമേ വിവാഹ ഉദാശ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പാടുന്നത്, ഇരുമയല്ലവരീ ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നാളും ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. പാരാവാം സാക്ഷികളാം പാവനമംഗല്യം ഹാബേൽ വനികയിലെ ആദിമദമ്പതിമാർ ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. വിവാഹ ഉദാശ നോക്കി, മക്കളെ എന്നൊരു പ്രോസസ് ചെയ്യുന്ന അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും മക്കളെ എന്ന് വിളിക്കുന്നില്ല. കാരണം അവിടെ വെച്ച് മണവാട്ടിയുടെയും മണവാളൻ്റെയും കൈ അതിൻ്റെ അടിയിൽ അച്ഛൻ്റെ കൈ കൂടെ വെക്കുന്നുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ ഉടനെ രണ്ടുപേരും കുരിശു വരയ്ക്കും. കാരണം ഈ ത്യാഗത്തിൻ്റെ സൂചന. കർത്താവ് കാൽവരിയിൽ യാഗമായ ദൈവികമായ ശുശ്രൂഷകളെ എൻ്റെ കുടുംബ ജീവിതത്തിൽ ധന്യമായി തീർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ദൈവികമായി തീരുമ്പോൾ സഹോദരങ്ങളെ ഓർക്കുക, ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. അതിനകത്ത് 1-2 ഘടകങ്ങൾ കൂടെ പറയട്ടെ. അനേക കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ അന്യമായി പോയി. പണ്ടൊക്കെ വീടുകൾക്കൊന്നും വലിയ സൗന്ദര്യമില്ല, കുറേയൊക്കെ ഡിസോർഡറായിട്ടൊക്കെ കിടക്കും. അതുപോലെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും. മാത്രമല്ല, ഈ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ തന്നെ വെളിയിലായിരുന്നു.
ഇന്ന് ഇതെല്ലാം അകത്തായി. നന്നായി നോക്കേണ്ട മാതാപിതാക്കളെല്ലാം പുറത്തുമായി. സംശയമുണ്ടോ? എന്തെല്ലാം അകത്തിരിക്കണോ അതെല്ലാം ഇന്ന് പുറത്തുമായി, പുറത്തിരിക്കേണ്ടതെല്ലാം അകത്തുമായി. കണ്ടില്ലേ, കഴിഞ്ഞ മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 42 പേരൻസാണ് 2 മാസമായി അനാഥമായി ഡോക്ടേഴ്സ് പിരിവെടുത്തിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അവരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കലയോര സങ്കേതത്തിൽ ഇവരെ 42 പേരെയും കൊണ്ടുവന്നു. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കോർണർ മീറ്റിംഗ് അവിടെയായിരുന്നു. ഈ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ അവിടെ കയ്യിൽ തൊട്ടാൽ കരണ്ടടിക്കും. അവരാ മക്കളെ വളർത്തിയതും അവരൊടുക്കുന്ന കണ്ണുനീർ. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ അതിൽ മരിക്കുകയും ചെയ്തു. ഞാൻ ആലോചിക്കുക, എന്താ ഈ വിവാഹ ഉദാശയിൽ പലരും പഠിച്ചിരിക്കുന്നൊരു വാക്യമുണ്ട്, പുരുഷൻ തൻ്റെ പിതാവിനെ മാതാവിനെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. ഇത് വലിയൊരു രഹസ്യമാണ്. ഈ രഹസ്യം എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. പക്ഷെ ആ രഹസ്യം എന്താ? അതിന് തൊട്ട് താഴെ പറയുന്നുണ്ട്, നിനക്ക് നന്മ വരാൻ നീ ഭൂമി ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി, നിനക്ക് നന്മ വരണ്ടെങ്കിൽ, നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കണ്ടെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണ്ട. നമ്മളെ ചേർത്ത് വെച്ച് എത്ര സമയങ്ങളുണ്ട്. അവരൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ നമ്മൾ ഇനി ഈ മണ്ണി കാണത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് വന്യനായ KM ജോർജൻ സെമിനാരിൽ വെച്ച് ഒരു കൊട്ടേഷൻ പറഞ്ഞു, സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ല. നമ്മൾ എത്ര വളർന്നാലും സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ല. ഞാൻ അടുത്തിടയ്ക്ക് പ്രശസ്തനായ ഒരു ഗായകനെ പരിചയപ്പെട്ടു. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അദ്ദേഹം പറഞ്ഞു, പേര് പറയരുത്. ആഴ്ചയിൽ ഒരിക്കൽ മാതാപിതാക്കളുടെ കാല് കഴുകും അദ്ദേഹം. കാലം ചെയ്ത മാത്യു CM ബാവ തിരുമേനി സെമിനാരിയിൽ വിശുദ്ധ കുർബാനയുടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്, ഞാൻ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവിൻ്റെ കൈപ്പുറം പിടിച്ച് മുത്തും ഞാൻ. ഉടനെ ഒരു ശമാശം ചോദിച്ചു, തിരുമേനി എന്താ കൈവെള്ളം മുത്താത്തത്? അതിനെനിക്ക് യോഗ്യതയില്ലെന്ന്. മാതാപിതാക്കന്മാരുടെ കൈവെള്ളം മുത്താൻ യോഗ്യതയില്ലെന്ന്. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ജന്മം നൽകി. 2, നമ്മളെ 9 മാസം കൊണ്ടു നടന്നു. ഇത് 2ഉം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ അവർ അന്യമാണെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. ഞാൻ പരുമലയിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ധ്യാനം. ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ പരുമലയിൽ ചെറിയ മെഴുകുതിരിയും കത്തിച്ച് കുടുംബത്തെ നന്നായി നോക്കി നല്ല ദൈവികമായി വളർന്ന ധാരാളം പേരുണ്ട്. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ ഒരു 50% പേരെ എനിക്കറിയാം മാതാപിതാക്കന്മാരുടെ സ്നേഹമോ നോമ്പെടുക്കുകയോ കുർബാന കൊള്ളുകയോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയോ വിശുദ്ധ ജീവിതം നയിക്കാതെ വാഴപ്പിണ്ടി പോലെ ഒരു മെഴുകുതിരി കൊണ്ട് കബറിങ്കം കൊണ്ട് കത്തിച്ചാൽ, യെശയ്യാവ് 1:15 പറയുന്നുണ്ട്, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ അടച്ചു കളയും. നമുക്കറിയാമോ, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ കളിയാക്കിയത് ആരെയാണ്? പ്രാർത്ഥിക്കുന്നവരെയാണ്. ഏറ്റവും കൂടുതൽ കളിയാക്കിയത് പ്രാർത്ഥിക്കുന്നവരെയാണ്. 4 സുവിശേഷത്തിലും പരുഷമായിട്ട് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെ നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾ കിണ്ടിക്കണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, വെള്ള തേച്ച ശവക്കല്ലറുകളാകരുത്. അതുകൊണ്ടാണ് യെശയ്യാവ് 1:15 ഓർത്തിരിക്കണം, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ അടച്ചു കളയും. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ക്ഷമാപണത്തോടെ ഞാൻ പറയട്ടെ, ഇന്നും നല്ല ഫെയ്ത്ത് ഡിസിപ്ലിൻ ആൻഡ് ഓർഡറിൽ പോകുന്ന എത്ര കുടുംബങ്ങൾ ഈ പള്ളിയിലും മലങ്കര സഭയിലും മറ്റ് മതങ്ങളിലും മറ്റ് സഭകളിലുമുണ്ട്. അവരാണ് ഈ ഭൂമിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ കൊറോണയും ക്യാൻസറും മാരരോഗങ്ങളും ഒക്കെ വന്നിട്ടും വിശുദ്ധമായ ജീവിതം നയിച്ച ആരോടും ഒരു പരസ്യത്തിന് പോകാതെ, കരണ്ടിന് ശബ്ദമൊന്നുമില്ലല്ലോ. ഇന്നും എത്ര പള്ളിയിൽ എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. ഞാൻ പലരെയും കണ്ട് വിലയിടാറുണ്ട്, ഇവൻ വലിയ ഭക്തനാണ്, പക്ഷെ അങ്ങനല്ല. പുറത്തു പറയാത്ത എത്ര ഭക്തികളുള്ള നമ്മുടെ ഈ ദേവാലയത്തിലുണ്ട്, എല്ലാ പള്ളിയിലും ഉണ്ട്. അവിടെ കാൽപാദങ്ങളോടൊപ്പം തന്നെ കണ്ണുനീർ കൂടി ഇവിടെ വീഴുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ദൈവമേ, നീ എനിക്ക് തരുന്ന ആയുസിൽ 60, 70, 80, 90, 100 ആണെങ്കിലും ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ വിളക്കിൻ്റെ പ്രകാശം കണ്ടുകൊണ്ട് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, വഴി സത്യവും ജീവനുമായി ദൈവത്തെ അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാന തന്നെ നോക്കി ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്നത്. ഈ പലരും പറയാറുണ്ട് ഈ കുർബാനയും ബൈബിളും തമ്മിൽ ബന്ധമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തു നമുക്ക് തരുന്ന 7 I ams കുർബാനയിലുണ്ട്. 1, ഞാൻ ലോകത്തിൻ്റെ പ്രകാശം. എവിടെയാ കുർബാനയിൽ? വെളിവ് നിറഞ്ഞൊരു ഈശോ. 2, ഞാൻ നല്ല ഇടയനാകുന്നു. അച്ഛന്മാർ ചൊല്ലുന്നൊരു സദറയുണ്ട്, തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളവേ നിനക്ക് സ്തുതി. 3, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, യജമാനൻ വരുമെന്നേരത്ത്. 4, ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻവാതിൽ.
5 വഴി സത്യവും ജീവനുമാകുന്നു കുർബാനയുടെ രഹസ്യ പ്രാർത്ഥനയിൽ. 6 ജീവന്റെ അപ്പമാകുന്നു കുർബാന അധരങ്ങളിൽ വെക്കുമ്പം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും സഭയിലെ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. 7 പുനരുദ്ധാനവും ജീവനുമാകുന്നു കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ. നോക്കി, ഇപ്പൊ യേശു തമ്പുരാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് തരുന്ന 7 ധൈര്യങ്ങൾ. എത്ര പീഡനം സഹിച്ചാലും കുർബാനയിലൂടെ പിതാക്കന്മാർ അത് ക്രമീകരിച്ചിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിലിരിക്കണം. ലോകത്തിന്റെ പ്രകാശം, വെളിവ് നിറഞ്ഞ ഒരു ഈശോ, നല്ല ഇടയൻ, വൈദികർ വായിക്കുന്ന സെതറയിലുണ്ട്. സാക്ഷാൽ മുന്തിരിവള്ളി, യജമാനൻ വരുമെന്നേരത്ത്, ഞാൻ വാതിലാകുന്നു, അൻപടയോനെ നിൻ വാതിൽ, വഴി സത്യവും ജീവനുമാകുന്നു രഹസ്യ പ്രാർത്ഥനയിൽ, ജീവന്റെ അപ്പമാകുന്നു കുർബാന മുറിക്കുമ്പോഴും കൊടുക്കുമ്പോഴും, പുനരുദ്ധാനവും ജീവനുമാകുന്നു കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ. പക്ഷെ നമുക്കിപ്പം പറ്റിയ ചെറിയൊരു വിഷയമുണ്ട്. ഞാനിവിടുത്തെ കൊയർ കേട്ടപ്പം അച്ഛനോട് തന്നെ പറഞ്ഞു, ഈ ടോണിലെ ചൊല്ലാവും. ഇവർ 10-20 വെറുതെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുമല്ല, അത് ഈ നോർത്തോടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറയും, ഈ വോയിസിലെ കൊയർ പോകാവൂ. കാരണം നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തിൽ പുരോഹിതനാണ് കുർബാന അർപ്പിക്കുന്നത്. ശുശ്രൂഷകർക്കും ആർക്കും പാട്ടില്ല, പ്രതിവാക്യമില്ല. അവർക്ക് ഇടവായന മാത്രമേ ഉള്ളൂ. ശുശ്രൂഷകർക്ക് പാട്ടും പ്രതിവാക്യം ആർക്കുള്ളതാ? ജനത്തിനുള്ളതാ. പല പള്ളിയിലും സിസ്റ്റം കൂട്ടി വെച്ചിട്ട് അച്ഛൻ്റെ ശുശ്രൂഷക്കാരുടെ സൗണ്ട് പലർക്കും ചെവിക്കല് പൊട്ടിട്ട് പള്ളി നിൽക്കാൻ വയ്യ. ഈ പലരുടെയും ധാരണ എൻ്റെ ട്യൂൺ കേട്ടുകൊണ്ട് പള്ളി നിൽക്കുമെന്ന്, ഓടാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിൽക്കുക. പ്രിയമുള്ളവരെ, ആരാധന എനിക്കൊരു പാട്ടില്ല, നിനക്കൊരു പാട്ടില്ല, നമുക്കൊരു പാട്ടുണ്ട്. ഈ കൊയറിനോടൊപ്പം തന്നെ ആ വന്ദന യേശുവര പാടിയപ്പം എല്ലാം അത്ര വോയിസ് മതി. കാരണം ഈ സെറാഫീൻ തിരുമേനി അടുത്തിടയ്ക്ക് പറഞ്ഞില്ലേ, ഗായക സംഘം ഒക്കെ തന്നെ ലീഡ് ചെയ്യാനുള്ളവരാ, ഒറ്റയ്ക്ക് പോകാനുള്ളവരല്ല. ഈ വോയിസ് മതി. എല്ലാവരും നമ്മുടെ കുർബാനയുടെ പാട്ടുകളൊക്കെ, ഞാനിപ്പോൾ എൻ്റെ പള്ളി കുക്കിലും ചൊല്ലും, മൈക്ക് ഓഫ് ചെയ്യും. ജനങ്ങൾ ഒരുമിച്ച് ചൊല്ലുമ്പം പെട്ടെന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് പാടിയേ, എല്ലാവരും കൂടെ പാടിയേ. അൻപുടയോ നിൻ പുരുഷന്മാരുടെ പാടിയേ, ഹാലേ മൂട്ടുന്നു ദാസ് രക്ഷകനുര ചെയ്ത രക്തം കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ. നമ്മുടെ ഓരോ പാട്ടും ശരിക്കും പാടിയാൽ നമ്മുടെ കാൽപാദങ്ങൾ ഈ കയറ്റുവായിൽ മുട്ടുന്നതോടൊപ്പം തന്നെ കണ്ണുനീർ കൂടി വീഴും. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കഴിഞ്ഞ 2 മാസം മുമ്പ് 4 ഭദ്രാസനത്തിൽ ശുശ്രൂഷക്കാർക്ക് ഞാൻ ക്ലാസ് എടുത്തു. 10 പേരെ നിരത്തി നിർത്തി ഇവരോടൊപ്പം ജനങ്ങളെയും കൂടെ പാടിച്ചു. ആ രീതിയാണ് നമ്മുടെ ആരാധന ക്രമീകരിച്ചത്. സിംഗിൾ വോയിസ് വന്നാൽ ആരാധന നശിക്കും. ഇടവായന വായിക്കട്ടെ. പാട്ടുകൾ പാടുമ്പോഴും ആരാധനയുടെ, അത് നോമ്പിൻ്റെ നമസ്കാരമായാലും വിവാഹോദാശയുടെ ആയാലും ഒക്കെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കി പാടിക്കഴിഞ്ഞാൽ മർത്തോമാ സഭയുടെയൊക്കെ ഒരു ഗുണമതാ. 150 പേർ പാടിയാൽ സെയിം വോയിസ് ആയിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ ആരാധനകൾ ആ തരത്തിലാകുമ്പം ഇത് കണ്ടിട്ട് ഒരുപാട് പേർ സഭയിലേക്ക് വരും. മറിച്ച് നമ്മുടെ ആരാധനയുടെ ശൈലി കണ്ടിട്ട് സഭ വിട്ടു പോകുവാനിടയാകരുത്. കൃത്യമായിട്ട് ഓർക്കണം ദൈവമക്കൾ, ഇതൊരു മിനിസ്ട്രിയാണ്. ത്യാഗം സഹിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനുള്ള 3ാമത്തെ സംസ്കാരമാണ് ഞാൻ പറഞ്ഞത്, ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി. 3 സംസ്കാരം ഞാൻ പറഞ്ഞു. മാമോദീസയുടെ സംസ്കാരം, മാനവികതയുടെ സംസ്കാരം, ശുശ്രൂഷയുടെ സംസ്കാരം. 4ാമത്തെ സംസ്കാരം, ആ വാക്യം പറയുകയാണ്, ഒന്നുകൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനങ്ങളും, അവസാനം പറയാം, വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ കുറിച്ച് തിരിച്ചറിഞ്ഞവർ. അപ്പം വരാനുള്ള ലോകം ഏതാണ്? 4ാമത്തെ സംസ്കാരം, ദ കൾച്ചർ ഓഫ് ഫെയർവെൽ, യാത്രയപ്പിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ശവസംസ്കാരം. നമുക്കറിയാം, മാമോദീസായിൽ ശോശപ്പ ഉയർത്തും, ശവസംസ്കാരത്തിൽ ശോശപ്പ മുഖത്തിടും. മാമോദീസായിൽ ഉയർത്തിയ ശോശപ്പ ശവസംസ്കാരത്തിൽ മുഖത്തിടും. യുവാനീസ് തിരുമേനി ആ ഒരു കാര്യത്തിൽ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛന്മാരുടെ കയ്യിൽ എല്ലാവരും കുർബാന ചൊല്ലിയ ശോശപ്പ കൈ വെച്ചേക്കാൻ പറയും. അച്ഛൻ നേരത്തെ മരിച്ചു പോകുന്നെങ്കിൽ കൊച്ചമ്മയുടെ അടക്കുന്നതിന് ആ ശോശപ്പ ഇട്ടാ മുഖം മൂടുന്നത്. ഇപ്പം 2 ശോശപ്പാകൾ തമ്മിലുള്ള ജീവിതമാണ് ക്രൈസ്തവന്റെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസിയുടെ ജീവിതം. ദൈവമക്കളെ ഓർക്കുക, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും.
ഏത് പ്രായത്തിൽ ദൈവം വിളിച്ചാലും ഭയപ്പെടരുത്. പലരും ആലോചിക്കും, ഇപ്പോൾ എനിക്ക് തന്നെ 2 മക്കളുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവമേ പെട്ടെന്ന് ദൈവം എന്നെ വിളിച്ചാൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്താകും? അങ്ങനെ ചിന്തിക്കരുത്. ഏത് സമയത്ത് ദൈവം വിളിച്ചാലും ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 2 തരത്തിൽ പിശാച് നമ്മളെ നശിപ്പിക്കും. മറക്കരുത്, 1 ഭയം തരും, 2 കടം തരും. ഭയം തന്നും കടം തന്നും നമ്മളെ ഭയപ്പെടുത്തും. വീടരുത്. അതുകൊണ്ടാ നീതിമാന്മാരെ കുറിച്ച് പറയുന്നത്, നീതിമാൻ വീണാലും നിലം പരിശാകില്ല. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിനു വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നോക്കി അവനെ വിടുവിക്കും. ദൈവമക്കളെ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കുകയും എത്രയോ പ്രാവശ്യം നമ്മൾ തകരുമെന്ന് ചിന്തിച്ചു. ആ വീഴാൻ തുടങ്ങിയിട്ട് നമ്മളെ ദൈവം പൊക്കിയിട്ടില്ലേ? ഒറ്റ കാര്യം, എൻ്റെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിച്ചാൽ മാത്രം മതി. വിളിക്കുമ്പോൾ ഭംഗിയായിട്ട് നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെ കാര്യം തമ്പുരാൻ നോക്കും. അതാ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മുടെ സഭാവിശ്വാസത്തിൽ അനുശോചനമില്ല. ഇപ്പോഴും ഞാൻ പല പള്ളിയിലും കണ്ടിരിക്കുന്ന മൃതശരീരം പള്ളി കൊണ്ടുവച്ചിട്ട് അനുശോചനം പറയാം. അനുശോചനമില്ല. നമുക്ക് 3-ാമത്തെ ക്രമം നൽകി, 3-ാമത്തെ ക്രമം ചൊല്ലി അന്ത്യചുംബനം നൽകി എടുത്താൽ ദേവാലയത്തിൽ വെച്ച് നമുക്ക് അനുശോചനവും പ്രസംഗമൊന്നും ഇല്ല. നമുക്കുള്ളത് അനുസ്മരണമാണ്. അത് ഏവൻഗേലിയോന് ശേഷം പ്രധാന പുരോഹിതനോ ആരെങ്കിലും ഒരു 5 മിനിറ്റ് പറഞ്ഞാൽ മതി. പക്ഷേ ഇന്ന് പലപ്പോഴും ജീവനോടിരിക്കും വെള്ളം കൊടുത്തില്ലേലും ഒന്ന് നോക്കിയില്ലേലും മരണശേഷമാണ് വന്ന് ഇറങ്ങുന്ന 4-5 ദിവസം മോർച്ചറിലൊക്കെ വെച്ച്. ഇത് ഞാൻ പറയുമ്പോഴും കൃത്യമായി ശുശ്രൂഷിച്ചവർ എങ്ങനെയോ അടക്കം നടത്തിക്കൂ. പക്ഷെ മറിച്ച് വെള്ളം പോലും കൊടുക്കാതെ നോക്കാതെ അവസാനം കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചാൽ ഒരിക്കലും പ്രിയമുള്ളവരെ വേണം. സഭാപ്രസംഗി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറെക്കാലം ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടും ശരിയായ ഒരു ശവസംസ്കാരം കൊടുത്തില്ലെങ്കിൽ ഉള്ളിൽ വെച്ച് കുഞ്ഞു മരിച്ചുപോയ തള്ളയ്ക്ക് തുല്യമാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ പൊന്നുപോലെ നോക്കി സ്നേഹിച്ച് കരുതി ശുശ്രൂഷിച്ച് വിളിച്ച് താലോലിച്ചിട്ട് എങ്ങനെ അടക്കം നടത്തിയാലും അതിൻ്റെ പിന്നിൽ ഒരു പ്രോംപ്റ്റായ ഒരു അംഗീകാരം നമുക്ക് കിട്ടും. മറിച്ച് അവരെ നോക്കാതെ ശുശ്രൂഷിക്കാതെ മരണത്തിന് നമ്മുടെ പ്രൗഢിയൊക്കെ കാണിച്ചാൽ ആലോചിക്കുക, ഇന്ന് ഏതാണ്ട് 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ അടക്കത്തിന് ചിലവാക്കുന്നവരുണ്ട്. ഒരു പരിധിവരെ അതിൽ 1 ലക്ഷം രൂപ നിങ്ങളൊന്ന് മുടക്കിയാൽ 3 വർഷം കൂടെ അവർ ജീവിച്ചിരുന്നേനെ. ഇതൊക്കെ മറക്കരുത്. ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ ജീവഗ്രന്ഥത്തിലെല്ലാം കുറിച്ചിടുകയാണ്. നമ്മളെ ദൈവം വിളിക്കുന്ന സമയം വരെയും നമുക്കൊരു കാര്യം ഉണ്ടായിരിക്കണം. ഈ സഭ നമുക്ക് തരുന്നത് മാമോദീസായിലൂടെ മൂറോൻ എടുക്കുമ്പോൾ അതിന് മുമ്പും ശേഷവും പ്രസക്തമായൊരു പ്രാർത്ഥനയുണ്ട്. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവെ സമൂലം നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. കുഞ്ഞേ, ഈ ശരീരത്തെ മൂറോം കൊണ്ട് കൂതാശി പരിശുദ്ധാലയവും നമ്മുടെ ശരീരം മാത്രമേ വെട്ടിപ്പിടിക്കുന്നതെല്ലാം ചുമ്മാതാണ്. നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന ദൈവസ്നേഹം മാത്രമാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പാട്ടാണ്. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരെ പിറ്റേന്നോപ്പമുണർന്നിടാൻ. കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനും സ്വന്തദേശത്തു പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവനോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോരുമ്പോൾ വെന്തുനീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരെ പിറ്റേന്നോപ്പമുണർന്നിടാൻ. കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനും സ്വന്ത ദേശത്തു പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. സ്നേഹമുള്ളവരെ, ശ്രേഷ്ഠമായ 4 സംസ്കാരത്തിൻ്റെ ഉടമസ്ഥത തന്ന ഒരു സഭയാണിത്. മാമോദീസയുടെ സംസ്കാരം, കൾച്ചർ ഓഫ് ബാപ്റ്റിസം. മാനവികതയുടെ സംസ്കാരം, കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റിയും. ശുശ്രൂഷയുടെ സംസ്കാരം, കൾച്ചർ ഓഫ് മിനിസ്ട്രിയും. ശവസംസ്കാരം, കൾച്ചർ ഓഫ് ഫെയർവെൽ. ഈ 4 സംസ്കാരം തന്ന രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയാണിത്. അതിനെ നമ്മൾ സംരക്ഷിക്കും. ഇതറിഞ്ഞവർ പിന്മാറിപ്പോയാൽ, അതാണ് വാക്യം പറയുന്നത്, ഉള്ളിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിരിക്കും. ഈ സഭയുടെ വിശ്വാസം വിട്ട് കഴുത്ത് വെട്ടിയാലും മാറിപ്പോകരുത്. നിങ്ങൾ നോമ്പെടുത്ത് ബൈബിൾ വായിച്ച് ദേവാലയത്തിൽ രാവിലെ വന്ന് എല്ലാ ശുശ്രൂഷകളും ഭംഗിയായിരിക്കും. ഇന്ന് കിട്ടുന്ന തേജസ് ലോകത്താർക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ടൊരു നല്ല ബന്ധമുണ്ടാകണം. നോമ്പിൻ്റെ സമയം രാത്രി കിടന്നുറങ്ങുമ്പം ഭാര്യ കാണണ്ട, ഭർത്താവ് അറിയണ്ട, മക്കൾ അറിയണ്ട, ലൈറ്റ് പോലും ഇടണ്ട. എൻ്റെ ദൈവമേ, എൻ്റെ പ്രായത്തിലെ ഓരോ ദിവസവും കുറയാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് അടുക്കുകയാണോ അകലുകയാണോ? ഹു ആം ഐ? അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും, വേറെ ആർക്കും അറിയില്ല. ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെ ബാക്കി പേരെല്ലാം പോകും, പെരുമകളെല്ലാം പോകും, അതെല്ലാം വിട്ടെറിയേണ്ടി വരും. പക്ഷെ നമുക്ക് എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം കൂടി വരാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമായി തീരുമ്പോൾ ദൈവികമായ അനുഭവത്തിൽ നമ്മൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ നമ്മളെ സഹായിക്കുമാറാകട്ടെ.